മരത്തിൽ നിന്നും വീണ് കാലൊടിഞ്ഞ പറക്കും മണ്ണാന് കണ്ണൂരിൽ ശസ്ത്രക്രിയ. കാലിന് പ്ലാസ്റ്ററിട്ട് മരുന്ന് നൽകി ഡോക്ടറും മാർക്ക് പ്രവർത്തകരും കൂടെ നിന്നു. 3 ആഴ്ചത്തെ നിരീക്ഷണമാണ് അണ്ണാന് ഡോക്ടർ നിർദ്ദേശിച്ചത്. പേര് പറക്കും അണ്ണൻ എന്നാണെങ്കിലും അടിയൊന്നു തെറ്റിയപ്പോൾ കക്ഷി നിലത്ത് വീണു. വലതുകാൽ ഒടിഞ്ഞു. ചോക്ലി നെടുമ്പ്രത്തെ പി സുകുമാരന്റെ വീട്ടുപറമ്പിൽ കാലൊടിഞ്ഞ നിലയിൽ കണ്ട പാറാൻ എന്ന പറക്കും അണ്ണാനെ മാർക്കിന്റെ റെസ്ക്യൂവറായ ബിജിലേഷ് കോടിയേരി കണ്ണൂർ ജില്ലാ വെറ്റിനറി ആശുപത്രിയിൽ എത്തിച്ചു. ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ പി ബിജുവിന്റെ നേതൃത്വത്തിൽ വിശദമായ പരിശോധന. പാറാന്റെ സ്ഥിതി മനസ്സിലാക്കിയ ഡോക്ടർ ലൈറ്റ് വെയ്റ്റായി ബാൻഡേജ് ചെയ്തു. രണ്ട് വയസ്സുള്ള പെൺ പാറാനാണിത്. കാലിന്റെ എല്ലൊടിഞ്ഞതിനു പുറമെ ചർമ്മത്തിൽ മുറിവും പറ്റിയിട്ടുണ്ടെന്ന് ഡോക്ടർ പി ബിജു. വലത്തെ കണങ്കാലിൻ്റെ നടുഭാഗം വെച്ച് വേർപെട്ട് ഇരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ വേർപെടുമ്പോൾ ആ അസ്ഥിയുടെ അറ്റം കൊണ്ടിട്ട് ചർമ്മത്തിലൊരു ചെറിയ മുറിവ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു അണുബാധ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ അത് തടയാനായിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സിങ് ആണ് ചെയ്തിരിക്കുന്നത്. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള, അവർക്ക് മറ്റ് അസ്വസ്ഥതകൾ തോന്നാതിരിക്കാനുള്ള രീതിയിലുള്ള ഒരു ബാൻഡേജിങ് ആണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇത്തരം മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവർ കൂടുതൽ നിയന്ത്രണങ്ങൾ നമ്മൾ ഏർപ്പെടുത്തുമ്പോൾ അത് അവർക്ക് അസ്വസ്ഥത ഉണ്ടാവുകയും അങ്ങനെ അവർ ഭയപ്പെട്ടിട്ട് ബോഡിയിൽ ഹോർമോണുകൾ ഉണ്ടായിട്ട് മുറിവ് കരിയാതിരിക്കുകയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും. അപ്പോൾ അത്തരം മുൻകരുതലുകളൊക്കെ എടുത്തുകൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മരത്തിൽ നിന്നും വീണ നിലയിലാണ് സുകുമാരൻ പാറാനെ കണ്ടത്. സുകുമാരൻ കാട്ടിയ ജാഗ്രതയാണ് ഈ പറക്കും അണ്ണാന് തുണയായതും. സുകുമാരൻ ഫോറസ്റ്റിനെ വിവരമറിയിക്കുകയായിരുന്നു നടക്കാനാകാത്ത ഒരു ജീവിയുണ്ടെന്ന്. ഫോറസ്റ്റ് അധികൃതരുടെ നിർദ്ദേശപ്രകാരം ബിജിലേഷ് കോടിയേരി സ്ഥലത്തെത്തി. പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷമാണ് ബിജിലേഷും ജിഷ്ണു പനങ്കാവും ചേർന്ന് പറക്കും അണ്ണാനെ ജില്ലാ വെറ്റിനറി ആശുപത്രിയിൽ എത്തിച്ചത്. 3 ആഴ്ചത്തെ നിരീക്ഷണം ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അതുവരെ ഇതിനെ പരിചരിക്കുമെന്നും ബിജിലേഷ് കോടിയേരി പറഞ്ഞു. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സുധീർ സാറിൻ്റെയും പിന്നെ ഫോറസ്റ്റർ ജിജിൽ സാറിൻ്റെ കണ്ണമ ഫോറസ്റ്റർ ജിജിൽ സാറിൻ്റെയും നിർദ്ദേശത്തെ തുടർന്നാണ് ഈ പാറ എന്ന് പറയുന്ന അണ്ണാനെ റെസ്ക്യൂ ചെയ്യുകയും ഇവിടെ കണ്ണൂർ ജില്ലാ വെറ്റിനറി ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തത്. ഇതിന് കാലിന് ചെറിയൊരു ഫ്രാക്ചർ എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഫ്രാക്ചർ ഭേദമായാൽ അതിൻ്റെ ആവാസ സ്ഥലത്തേക്ക് റിലീസ് ചെയ്യും. 3 ആഴ്ചയോളം പിന്നെ ഡോക്ടർ അതിനെ നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ പരിക്ക് ഭേദമായ റിലീസ് ചെയ്യുന്നതായി. നേരത്തെ എല്ലായിടത്തും കാണാറുള്ള ജീവിയാണിത്. പക്ഷേ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ചിറകില്ലെങ്കിലും ചെറിയ ദൂരമൊക്കെ പറക്കാനുള്ള കഴിവുണ്ട് ഇതിന്. ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക് ചെറിയ ദൂരമാണെങ്കിൽ കാലുകൾ വിരിച്ച് പറക്കും. പക്ഷേ പക്ഷികളെ പോലെ ഏറെ ദൂരം പറക്കാനും കഴിയില്ല. വേദന കൊണ്ട് പുളഞ്ഞെത്തിയ പാറാൻ ആളുകളെയും കണ്ടപ്പോൾ വിറക്കുന്നുണ്ടായിരുന്നു. കാലിന് പ്ലാസ്റ്റർ ചുറ്റി മരുന്ന് കൊടുത്തപ്പോൾ അത് നിന്നു. ആശ്വാസത്തോടെ ഏവരെയും ഒന്ന് നോക്കി. 3 ആഴ്ചയ്ക്ക് ശേഷം നടക്കാൻ പാകമായാൽ പാറാൻ വീണ്ടും അതിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.